പറയുന്നതനുസരിക്ക് ഈ താലി അഴിച്ചു മാറ്റാൻ വേണ്ട ആന്റി, എന്റെ ഈ താലി തൊട്ട ഞാൻ ബഹളം വെക്കും. ഞാൻ സമ്മതിക്കില്ല. അഴിക്കാനല്ലേ പറഞ്ഞത്? മരിച്ചാലും ശരി, എന്റെ താലി തൊട ഞാൻ സമ്മതിക്കില്ല. എനിക്ക് എന്റെ മകന്റെ ജീവൻ രക്ഷിക്കണം. ആന്റി, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അഴിച്ചു മാറ്റാനാ പറഞ്ഞത്. ആന്റി, എന്താ എന്താ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവരാൻ പറഞ്ഞതാ. സ്റ്റാഫ് റൂമിന് പുറത്ത് ഹോട്ട് വാട്ടർ ഉണ്ടല്ലോ. ആ മോളെ, ചെന്ന് കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവാ. ഈ ടാബ്ലറ്റ് തലവേദന ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചോളാൻ പറഞ്ഞു. തലവേദന ഇല്ല എനിക്ക്. നല്ല ഉറക്കം കിട്ടും, കഴിച്ചിട്ട് കിടന്നാ മതി. സുഖമായിട്ട് ഉറങ്ങാനല്ല ഞാനിവിടെ വന്നത്. ജാനകിയോട് പറഞ്ഞാ മതി. പൊയ്ക്കോളൂ. ഓ, ദേവി, ഞാൻ പ്രഭാവതിയ. ദേവിക എനിക്ക് കുറച്ച് ചൂടുവെള്ളം എടുക്കാൻ പോയിരിക്കുക. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? അമ്മ ഭക്ഷണം കഴിച്ചോ? വെറുതെ ഒരു ചടങ്ങിന് വേണ്ടിയല്ലേ നീ ചോദിക്കുന്നത്? ഭക്ഷണം കഴിച്ചോന്നൊക്കെ. ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ നീ ഇവിടെ എന്നോടൊപ്പം നിൽക്കുമായിരുന്നു. നിന്നോട് ഞാൻ അപേക്ഷിച്ചതുവാ. ഈ അവസ്ഥയിൽ അമ്മ അധികം സംസാരിക്കണ്ട. ദേവി വരുമ്പോ എന്നെ വിളിക്കാൻ പറഞ്ഞാ മതി. ശരിയെന്നാ. ഫോൺ വെക്കാൻ വരട്ടെ. ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ഡൽഹിയിൽ നിന്ന് മീര വിളിച്ചിരുന്നു. ആ, ഇവിടെ നടന്നതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നീ ദേവികയെ വീട്ടിൽ കൊണ്ടുവന്നെന്ന് മീര അറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയാലോ. അമ്മ എന്താ ഭീഷണിപ്പെടുത്തണം? ഭീഷണിയൊന്നുമല്ല, നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻപേ പറഞ്ഞതാ. ഈ വിവരം അറിഞ്ഞാൽ മീര അടുത്ത നിമിഷം ആത്മഹത്യ ചെയ്യും. അതുകൊണ്ടാ ഞാൻ മിനിറ്റിന് 5 പ്രാവശ്യം വെച്ച് പറയുന്നത് ദേവികയെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയാക്കാൻ. ദേവികയെക്കുറിച്ചുള്ള ഒരു കാര്യവും മീരയുടെ അടുത്ത് എത്തരുത്. നീ താലി കെട്ടിയ ശേഷം വഞ്ചിച്ചു എന്നും പറഞ്ഞ് മീര ഒരു കംപ്ലൈന്റ് കൊടുത്തു എന്നിരിക്കട്ടെ. എന്തൊക്കെയാവും പിന്നെ വാർത്തകൾ വരുന്നത്? രണ്ടുപേരെ കല്യാണം കഴിക്കുക ക്രിമിനൽ കുറ്റമല്ലേ? അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. അവൾക്ക് വരാൻ കണ്ട സമയം. ദേവിക വന്നു. ആരാ ആന്റി? നന്ദൻ.